ശരീരത്തിൽ അനുഭവപ്പെടുന്ന വിചിത്രവും അസഹനീയവുമായ അജ്ഞാത രോഗാവസ്ഥ കാരണം ദിവസത്തിൽ ഏറിയ പങ്കും ഗ്രാമത്തിലെ കുളത്തിൽ കിടന്ന് കഴിച്ചുകൂട്ടേണ്ടി വന്ന പശ്ചിമ ബംഗാൾ സ്വദേശിയായ 17-കാരന് രക്ഷകനായി റിലയൻസ് ഇൻഡസ്ട്രീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അനന്ത് അംബാനി. പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദ് സ്വദേശിയായ ഇഖ്ബാൽ എന്ന കൗമാരക്കാരനെയാണ് അനന്ത് അംബാനിയുടെ അടിയന്തര ഇടപെടലിൽ വെയർഹൌസ് മാതൃകയിലുള്ള ആകാശമാർഗമുള്ള വിമാന സൗകര്യമൊരുക്കി വിദഗ്ധ ചികിത്സയ്ക്കായി മുംബൈയിലെത്തിച്ചത്. വെള്ളത്തിന് പുറത്തിറങ്ങി നിൽക്കുമ്പോൾ ശരീരത്തിലുടനീളം കഠിനമായ നീറ്റലും തീപ്പൊള്ളലിന് സമാനമായ അവസ്ഥയും അനുഭവപ്പെട്ടതായിരുന്നു ഇഖ്ബാലിന്റെ വിചിത്രമായ അസുഖം. ഈ കഠിനമായ വേദനയിൽ നിന്നും ആശ്വാസം തേടാനായി രാവും പകലുമെല്ലാം ഗ്രാമത്തിലെ ചെളിക്കുളങ്ങളിൽ ഇറങ്ങി നിൽക്കാൻ ഇഖ്ബാൽ നിർബന്ധിതനാവുകയായിരുന്നു. ഭക്ഷണം കഴിക്കുന്നതും ലഘുഭക്ഷണങ്ങൾ കഴിച്ച് സമയം തള്ളുന്നതും ഉൾപ്പെടെയുള്ള ദൈനംദിന കാര്യങ്ങളെല്ലാം കുളത്തിലെ വെള്ളത്തിലിറങ്ങി നിന്നാണ് ഈ പാവം കൗമാരക്കാരൻ ചെയ്തിരുന്നത്. ഏതെങ്കിലും അമാനുഷിക ശക്തി തന്നിൽ ആവേശിച്ചതുപോലെയാണ് അനുഭവപ്പെടുന്നതെന്നും അത് തനിക്കുള്ളിൽ വലിയ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നുവെന്നും ഇഖ്ബാൽ ദേശീയ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. രാവിലെ മുതൽ രാത്രി വൈകുന്നതുവരെ ഗ്രാമത്തിലെ കുളങ്ങളിൽ കിടക്കുന്ന കുട്ടിയുടെ ദൃശ്യങ്ങൾ അയൽവാസികളും നാട്ടുകാരും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതോടെയാണ് സംഭവം പുറംലോകം അറിയുന്നത്. കുളത്തിൽ കിടന്ന് ഭക്ഷണം കഴിക്കുന്ന ഇഖ്ബാലിന്റെ വീഡിയോ വൈറലാവുകയും ദേശീയ മാധ്യമങ്ങളിൽ വലിയ വാർത്തയായി മാറുകയും ചെയ്തതോടെ വിഷയം അനന്ത് അംബാനിയുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. തുടർന്ന് ഇഖ്ബാലിന് ആവശ്യമായ എല്ലാ ചികിത്സാ സഹായങ്ങളും സ്വന്തം ചെലവിൽ നൽകാൻ അദ്ദേഹം തീരുമാനിക്കുകയായിരുന്നു. അനന്ത് അംബാനിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം എയർ ആംബുലൻസ് മാർഗമാണ് ഇഖ്ബാലിനെ പശ്ചിമ ബംഗാളിൽ നിന്നും മുംബൈയിലേക്ക് അതിവേഗം എത്തിച്ചത്. നിലവിൽ മുംബൈയിലെ പ്രശസ്തമായ HN റിലയൻസ് ഫൗണ്ടേഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന ഇഖ്ബാലിനെ വിവിധ വിഭാഗങ്ങളിലെ വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക സംഘം സൂക്ഷ്മമായി പരിശോധിച്ചു വരികയാണ്. കൃത്യമായ രോഗനിർണയത്തിനും അത്യാധുനിക രീതിയിലുള്ള തുടർ ചികിത്സയ്ക്കുമായുള്ള എല്ലാ സജ്ജീകരണങ്ങളും ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ട്. നേരത്തെ ഇഖ്ബാലിന്റെ മാതാപിതാക്കൾ മകനെ പ്രാദേശികമായി പല ആശുപത്രികളിലും പ്രമുഖ ഡോക്ടർമാരുടെ അടുക്കലും കാണിച്ചിരുന്നെങ്കിലും കൃത്യമായ രോഗകാരണം കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഇതിനു പുറമെ കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന കുടുംബത്തിന് കൂടുതൽ വലിയ ആശുപത്രികളിൽ എത്തിച്ച് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കാനും കഴിഞ്ഞിരുന്നില്ല. എന്നാൽ രോഗാവസ്ഥയിൽ നിന്നും താൽക്കാലിക ആശ്വാസം നേടി കുളത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഇഖ്ബാലിന്റെ ജീവന് തന്നെ വൻ ഭീഷണിയാണെന്ന് ചർമ്മരോഗ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ദീർഘനേരം വെള്ളത്തിൽ കിടക്കുന്നത് ചർമ്മത്തിന്റെ സ്വാഭാവിക ഘടന തകർക്കുകയും തൊലി വിളറി വെളുത്ത അണുബാധകൾക്ക് കാരണമാവുകയും ചെയ്യും. മാത്രമല്ല, കുളത്തിലെ മലിനജലത്തിൽ നിരന്തരം കിടക്കുന്നത് ഫംഗസ്, ബാക്ടീരിയകൾ, അണുബാധകൾ ഉണ്ടാകാനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കുമെന്ന് കൊൽക്കത്തയിലെ SSKM ആശുപത്രിയിലെ ചർമ്മരോഗ വിദഗ്ധരും വ്യക്തമാക്കി. എന്നാൽ എല്ലാ പ്രതിസന്ധികൾക്കും വിരാമമിട്ട് അനന്ത് അംബാനി വെച്ചു നീട്ടിയ സഹായഹസ്തം ഇഖ്ബാലിനും അവന്റെ കുടുംബത്തിനും പുതിയൊരു ജീവിത പ്രതീക്ഷയായി മാറുകയാണ്. മുംബൈയിൽ ആരംഭിച്ച അത്യാധുനിക ചികിത്സയിലൂടെ ഇഖ്ബാലിന്റെ അജ്ഞാത രോഗം ഭേദമാകുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബാംഗങ്ങളും നാട്ടുകാരും. എന്തായാലും സാമൂഹിക മാധ്യമങ്ങളിൽ ഇഖ്ബാലിന്റെ ചിത്രങ്ങളും വീഡിയോകളും പ്രചരിച്ചതോടെയാണ് അനന്ത് അംബാനിയുടെ ശ്രദ്ധ ഈ വിഷയത്തിലേക്ക് പതിയുന്നത്.